നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ച് കുവൈറ്റ്. ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. വാക്സിനേഷൻ നടപടികൾ സുഗമമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം രക്ഷിതാവിന്റെ ഫോണിലേക്ക് വാക്സിനേഷൻ തീയതി, സമയം, സ്ഥലം എന്നിവ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ്. ആദ്യമായി മസ്കത്തിലെത്തിയ വിസ് എയർ വിമാനത്തിനെ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. അബുദാബിയിൽ നിന്നും മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ആദ്യ വിസ് എയർ വിമാനത്തിനാണ് പരമ്പരാഗത രീതിയിലുള്ള വരവേൽപ്പ് ലഭിച്ചത്. ആഴ്ചയിൽ 3 ദിവസങ്ങളിലാണ് അബുദാബിയിൽ നിന്നും മസ്കത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഉണ്ടാവുക. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും ഇവ. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിനോദസഞ്ചാര മേഖലയുടെയും സാമ്പത്തിക രംഗത്തെ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് മസ്കത്ത് എയർപോർട്ട് അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ദില്ലിയിൽ വെച്ച് അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ UAE പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത്. ദക്ഷിണേഷ്യ കാത്തിരിക്കുന്ന വ്യാപാരമേള നവംബർ 14 മുതൽ 27 വരെയാണ് ദില്ലിയിൽ നടക്കുക. UAEക്ക് പുറമെ ബഹ്റൈൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഘാന, കിർഗിസ്ഥാൻ, തുനീഷ്യ, തുർക്കി, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് ഇതിനോടകം മേളയിൽ പങ്കാളിത്തം ഉറപ്പിച്ചത്. കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡിനെതിരായ പോരാട്ടത്തിലെ നിർണായക നാഴികക്കല്ലായി കൂടിയാണ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന മേളയെ രാജ്യം കാണുന്നത്. UAEയിൽ 2021 നവംബർ മാസത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ദേശീയ ഇന്ധനവില നിർണയ കമ്മിറ്റിയാണ് പുതിയ വില നിലവാരം പ്രഖ്യാപിച്ചത്. സൂപ്പർ 90 പെട്രോളിന് 2.80 ദിർഹമായിരിക്കും നവംബർ മാസത്തെ വില. ഒക്ടോബറിൽ ഇത് 2.60 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോളിന് ഇപ്പോഴുള്ള 2.49 ദിർഹത്തിൽ നിന്ന് 2.69 ദിർഹമായി വില വർദ്ധിക്കും. E+91 പെട്രോളിന് ഇപ്പോൾ 2.42 ദിർഹമാണ് വിലയെങ്കിൽ നവംബറിൽ 2.61 ദിർഹമായി ഉയരും. ഡീസൽ വില അടുത്ത മാസം 2.81 ദിർഹമായി ഉയരും. ഇപ്പോൾ 2.51 ദിർഹമാണ് ഡീസലിന്റെ വില. ലബനനെതിരെ കടുത്ത നടപടികളുമായി കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ. 4 രാജ്യങ്ങൾ അംബാസഡർമാരെ തിരിച്ചുവിളിച്ചു. ഇറക്കുമതി നിരോധനത്തിന് പിന്നാലെയാണ് ലബനാൻ അംബാസഡറോട് രാജ്യം വിടാൻ സൗദി അറേബ്യ ആവശ്യപ്പെട്ടത്. ലബനാനിലെ സൗദി അംബാസഡറെ രാജ്യത്തേക്ക് തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ ബഹ്റൈനും കുവൈറ്റും UAEയും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ബൈറൂത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സ്വന്തം പൗരന്മാരെ ലബനാൻ സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുമുണ്ട്. അതേസമയം പ്രശ്നത്തിന് പരിഹാര നടപടികൾ ഉണ്ടാവണമെന്ന് ഒമാനും ഖത്തറും ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന യമനിൽ നടത്തിവരുന്ന ഇടപെടലുകളെ ലബനാനിലെ ഒരു മന്ത്രി വിമർശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സൗദി അറേബ്യ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചത്. ബജറ്റ് എയർലൈനായ എയർ അറേബ്യ അബുദാബി കേരളത്തിലേക്ക് സർവീസ് ആരംഭിക്കുന്നതോടെ നിരക്കുകൾ കുറയുമെന്ന പ്രതീക്ഷയിൽ പ്രവാസി മലയാളികൾ. ദുബായ്, ഷാർജ സെക്ടറിനേക്കാൾ 100 മുതൽ 300 ദിർഹം വരെ കൂടുതലാണ് അബുദാബി സെക്ടറിൽ ടിക്കറ്റിന് വില ഈടാക്കിയിരുന്നത്. പുതിയ എയർലൈനിന്റെ വരവോടെ കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഗോ എയർ, ഇത്തിഹാദ് എയർവേസ് എന്നിവയാണ് അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം സെക്ടറുകളിലേക്കാണ് എയർ അറേബ്യ അബുദാബി സർവീസ് ആരംഭിക്കുന്നത്. UAEയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നവർക്കായി 4 തരത്തിലുള്ള വിസകൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അധികൃതർ അറിയിച്ചു. ഗുരുതര രോഗം ബാധിച്ച് ഇവിടെ ചികിത്സയിൽ കഴിയുന്നവരെ ശുശ്രൂഷിക്കാനും മറ്റും ബന്ധുക്കൾക്ക് വരാൻ മെഡിക്കൽ വിസ ലഭിക്കും. ചികിത്സാ ആവശ്യത്തിനായി ഇപ്പോൾ പലരും സന്ദർശക വിസയിലെത്തുന്ന സാഹചര്യത്തിലാണ് നടപടി അധികൃതർ വ്യക്തമാക്കിയത്. ഒറ്റത്തവണ കുടുംബാംഗങ്ങൾക്കെല്ലാം ചികിത്സയ്ക്ക് വരാൻ കഴിയുന്ന ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ് വിസ, പലതവണ യാത്രയ്ക്ക് വരാൻ കഴിയുന്ന ചികിത്സാ വിസ, രോഗിയുടെ കൂടെ കുടുംബാംഗങ്ങൾക്കും ഒന്നിലധികം തവണ പോയി വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ വിസ എന്നിങ്ങനെയാണ് ചികിത്സ ലക്ഷ്യമിട്ട് നൽകുന്ന വിസകൾ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.